ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ നട്ടുപിടിപ്പിച്ച എൻ്റെ ക്യാബേജ് ഇതാ വലുതായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് ഇന്ന് നമുക്കൊരു സാലഡ് ഇത് കൊണ്ടുണ്ടാക്കണം. ഇനി ഒരെണ്ണം കൂടെ കൊണ്ട് അതുകൂടി നമുക്ക് കട്ട് ചെയ്യാം. ഇതാ ഇത്. അങ്ങനെ നമ്മൾ 2 ക്യാബേജിന് നമുക്കതിൻ്റെ തോലെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ 2 ക്യാബേജ് നല്ലതായിട്ട് അതിൻ്റെ പുറമേ ഉള്ള തോടെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കൊണ്ടുപോയി ഇത് ഒരു സാലഡ് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു ക്യാരറ്റ് എടുത്ത് അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിനൊപ്പം ഇനി നമ്മുടെ പറിച്ചെടുത്ത ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഫുള്ളും ഇതുപോലെ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാം. അതിനായി ഞാൻ 2 മുട്ട ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത്, ഒരു അരമുറി നാരങ്ങയും 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും നമുക്ക് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് എന്നിട്ട് അടിച്ചെടുക്കാം. അതിനോടൊപ്പം ഞാൻ പുഴുങ്ങിയ 2 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് ഇത് ഏതാണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആ മുട്ടയും അല്പം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും ക്യാബേജിലും ഇട്ട് നമ്മുടെ മിക്സിങ് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഫുള്ളെടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിന് വേണ്ടി ഞാൻ ചിക്കൻ ഒന്ന് ബ്രോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഞാനെല്ലാം പുരട്ടി വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ നമ്മളെ മൈദമാവും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് പൊടിച്ചതിലോട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് ഇതുപോലെ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അല്പം തൈര് കൂടി ഇതിൽ ചേർക്കണം. അത് ഞാൻ മറന്നു പോയായിരുന്നു. നമ്മൾ കോൾസ്ലോയിലോട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡും എടുത്തു. പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനും ഞാനുണ്ടാക്കിയ നമ്മളെ വീട്ടിൽ കാച്ച ക്യാബേജും പിന്നെ ക്യാരറ്റും അങ്ങോട്ട് ഉണ്ടാക്കിയ കോൾസ്ലോയും കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അടിപൊളിയാണ്. ഇത് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ്, അകം നല്ല ജ്യൂസി ആയിട്ടുമുണ്ട്, നല്ല ടേസ്റ്റുമായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് ലൈക്കും ഒന്ന് ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടിപൊളിയാണ്. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.